പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരുടെ വയനാട്ടിലേക്ക് പോവാട്ടോ. സിക്കിമിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ഇവര് വയനാട് പോകാൻ പ്ലാൻ ഇട്ട് കേട്ടോ. എന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചാടിക്കേറി ഇവരുടെ കൂടെ പോവാണേ. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്നേ. ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ തിരക്കൊന്നും കാണൂലെന്ന് ആശ്വസിച്ചു. പക്ഷെ നോക്കിക്കേ, നിലത്തൊന്നും നിൽക്കാൻ കൂടി സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലഗേജ് വെക്കുന്നിടത്ത് കയറി ഇരിക്കേണ്ട അവസ്ഥയായി. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ദീമഹി ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് എത്തിയേട്ടോ. ഇനി ഇവിടുന്ന് വയനാട്ടിലേക്ക് വല്ല ബസ്സും പിടിക്കണം. നീ ആണെങ്കിലോ ഇവള് കുറെ നേരമല്ല തുടങ്ങിട്ടെന്ന രീതിയിൽ എന്നെ നോക്കുമായിരുന്നേ. കുട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവന്റെ വീട്ടിലേക്കാട്ടോ നമ്മൾ പോരുന്നേ. അവിടെയൊക്കെ എന്നെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ആദ്യം പോയത് കുറുവ ദ്വീപിലേക്കാണ്. ഇന്ന് ചെങ്ങാടത്തി നമ്മളെ അക്കരയ്ക്ക് എത്തിക്കും. ഇവനാട്ടോ ഞാൻ പറഞ്ഞ കുട്ടന്റെ ഫ്രണ്ട്. പിന്നെ ദീമഹിയും വിഷ്ണുനാഥോടെ കൂടിയ ഇവരിൽ ആരാ ചെറുതെന്ന് നമുക്ക് തന്നെ സംശയമാവും കേട്ടോ. ആഹാ, ലൈഫ് ജാക്കറ്റ് ഇട്ടപ്പോ എല്ലാരും നല്ല ചുന്ദരന്മാരായല്ലോ. ഇവിടെ നിന്ന് കൊറേ നടക്കാനുണ്ട്, അതാണ് എന്റെ ആകെ വിഷമം. അറിയില്ല, പതുക്കെ റെസ്റ്റ് എടുത്തെടുത്തെടുത്ത് പോവാ. അത് പിന്നെ ഒരാൾ ഊഞ്ഞാലാടുന്ന കണ്ടാ പിന്നെ എല്ലാവർക്കും ഊഞ്ഞാലാടണമല്ലോ. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയത് ബാണാസുര സാഗർ ഡാമിലേക്കാട്ടോ. പിന്നെ എങ്ങും നേരത്തെ ചെല്ലാത്തോണ്ട് അവിടുത്തെ സ്പീഡ് ബോട്ടിംഗ് എല്ലാം നമ്മൾ മിസ്സാക്കിയേ. എന്റെ വിഷമം മാറ്റാൻ പിന്നെ അവിടൊക്കെ ചുറ്റി കടന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവള് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ വീഴണ്ടാലോ എന്ന് വെച്ചാ കൈ പിടിച്ചേന്. ആ കൈ വിട്ടിട്ട് തിരിച്ച് സ്റ്റെപ്പ് കയറി ഒറ്റയ്ക്ക് വന്ന മുതലായി ഇറങ്ങി വരുന്നത്.